അങ്ങനെ നമ്മൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ എസ്കലേറ്റർ ഉപയോഗിച്ച് നോക്കിയാണ് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതൊക്കെ. ഉപയോഗിച്ചതിന് ശേഷം സാധനങ്ങളുടെ റിവ്യൂ. യെസ് ഗൈസ്, എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ് അത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ദെൻ അദ്ദേഹം ഈ എസ്കലേറ്റർ കയറ്റം പൂർത്തിയാക്കുകയാണ് ഗൈസ്. അതിനുശേഷം ചെന്നൈയിലെ എസ്കലേറ്റർ അനുഭവവും ഇവിടുത്തെ എസ്കലേറ്റർ അനുഭവവും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു പിള്ളേരുമായി. ദെൻ ഇവരെല്ലാവരും തിരിച്ചിറങ്ങുകയാണ് ഗൈസ്, തിരിച്ചിറങ്ങുകയാണ്. ഇനി ഞങ്ങളുടെ അടുത്ത പരിപാടി ഇവിടുന്ന് ഇറങ്ങി നേരെ പോയൊരു ചായ കുടിക്കണം. ദെൻ പത്തനംതിട്ടയ്ക്കുള്ള ബസ് കിട്ടുമോ നോക്കണം. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി അവിടെ അടുത്തൊരു കടയിൽ കയറി. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടപ്പുറത്തുള്ള കടയിലാണ്. ചായ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ കടികൾ അത്ര ഒരു സുഖകരമായിട്ട് തോന്നിയില്ല. നിങ്ങൾ അവിടുത്തെ എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയോ? ഓക്കെ, ചായ കുടി കഴിഞ്ഞിരിക്കാം. മിഷൻ സക്സസ്ഫുൾ. ദെൻ ഞങ്ങൾ പത്തനംതിട്ടയ്ക്കുള്ള ബസ് കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. അത് ഞങ്ങളെല്ലാവരും അതിനുള്ളിൽ ഓടി ഓടി കയറുകയാണ്. അപ്പോൾ ഞങ്ങൾ KSRTC കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ KSRTC കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ കിട്ടിയ ഒരു ബസ്സിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. സീറ്റൊക്കെ കിട്ടി. പക്ഷേ വാഹനത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് ഭയങ്കര മെല്ലെയാണെങ്കിൽ പിന്നെ പോയി നല്ല സ്പീഡിലാണ്. ചെറിയ ചെറിയ വഴികളായിരുന്നു. അത് കാരണം ചെറിയൊരു ഭയപ്പാടുകൂടി ഇരുന്നു. ദെൻ ഞങ്ങൾ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. അവിടെ ഇറങ്ങിയപ്പോൾ കുളമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ കാഴ്ചകൾ കാണാൻ. ഒരു ബോട്ട് സർവീസ് എത്രയും പെട്ടെന്ന് തുടങ്ങുമെന്ന് പറയണേ. നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ വളരെയധികം പരിതാപകരമാണെന്നുള്ളൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ചെറിയൊരു മഴ പെയ്യുമ്പോഴേക്കും ഒരുവിധപ്പെട്ട എല്ലാ ബസ് സ്റ്റാൻഡിലുള്ള വെള്ളമാണ്, വെള്ളക്കെട്ടാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? സത്യമല്ലേ? അങ്ങനെ ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി. അവിടെ ഒരു മുന്നേക്ക് വരുമ്പോൾ കയറാറുള്ള ഹോട്ടലാണെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് വന്നു. ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അത്ര വലിയൊരു ഗുണവാനല്ല എന്ന് വേണമെങ്കിൽ പറയാം. ചിക്കൻ ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കഴിക്കുന്ന പോലത്തെ ഒരു ബിരിയാണി അല്ല. ഇനിയിപ്പോൾ ആ നാടിൻ്റേതായൊരു ബിരിയാണി ആയിരിക്കും ചിലപ്പോൾ. ഞങ്ങൾക്ക് അത്ര വലിയ ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് കഴിച്ച് എണീറ്റ് അവിടുന്ന്. ദെൻ അവിടുന്ന് നമ്മൾ ബസ് സ്റ്റാൻഡിൽ നോക്കുമ്പോൾ കാണുന്ന ഒരു അമ്പലമുണ്ട്. എപ്പോഴും വിചാരിക്കും ഇതിൻ്റെ മുകളിലൊന്ന് കയറി ആ അമ്പലം ഒന്ന് കാണണമെന്ന്. പക്ഷേ ഇതുവരെ ഒന്നും സാധിച്ചിട്ടില്ല. ഈ പ്രാവശ്യം നടക്കുമല്ലെന്ന് അറിയില്ല. അങ്ങനെ ഒരു പ്രതീക്ഷയോടെ ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ച് നേരെ നമ്മൾ ആ ചായൻ്റെ അവിടെ പോവാണ്. എന്ന് വെച്ചാൽ പത്തനംതിട്ടയിൽ നിന്ന് മൈലപ്രയാണ് അവരുടെ വീട്. മൈലപ്രയിലേക്ക് ഒരു യാത്ര ഓട്ടോയിൽ. ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരെ കുറിച്ച് പറയാനാണെങ്കിൽ വളരെയധികം മര്യാദക്കാരാണ്. ദെൻ ഇവർ എത്ര കുണ്ടും കുഴിയുള്ള വഴിക്കൂടെ പോയാലും എത്ര കുത്തനെയുള്ള കയറ്റാണെങ്കിലും ഇവരങ്ങനെ സ്പെഷ്യൽ എമൗണ്ട് ഒന്നും മേടിക്കില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കുണ്ടും കുഴിയുള്ള വഴിയാണ് മോനെ, അവിടെ പോണെങ്കിൽ ഇത്ര രൂപ കൂടുതൽ തരണം, അല്ലെങ്കിൽ ഇവിടെ കുത്തനെയുള്ള കയറ്റുണ്ട് അവിടെ ആണെങ്കിൽ ഇത്ര രൂപ തരണം. ഞങ്ങൾ ഇതുവരെ പത്തനംതിട്ടയിൽ പോയിട്ട് അങ്ങനെ ഒരു വിഷയം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ മറ്റു പല സ്ഥലത്തും ഞങ്ങൾക്ക് അങ്ങനെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ആ ഒരു കേസിൽ ഇവരെ സമ്മതിക്കാൻ തന്നെ വേണം, അത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ ഏകദേശം അവരുടെ വീടിൻ്റെ അടുത്ത് എത്താറായിരിക്കുകയാണ്. ഇടയ്ക്ക് വണ്ടി ഒന്ന് നിന്നു. തുടർന്നുള്ള കാഴ്ചകൾ ഞാൻ അടുത്ത വീഡിയോയിൽ വരും.